പ്ലസ് ടുവിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങളിൽ പല ആളുകളും. ഭാവിയിൽ AI നമ്മളുടെ ജീവിതത്തിൽ ചെലുത്താൻ പോകുന്ന സ്വാധീനം ചെറുതല്ല എന്നുള്ളതും നിങ്ങൾക്കറിയാം. അപ്പോൾ ഭാവിയിൽ ഈ AI ബന്ധപ്പെട്ട ഒരു ജോലിയിലാണ് നിങ്ങളെങ്കിലോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ BTech കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏകദേശം 27ഓളം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജാണ് VIT, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നമുക്കിന്ന് ആ ഒരു കോളേജിലെ കോഴ്സുകളെക്കുറിച്ചും എങ്ങനെ അവിടെ അഡ്മിഷൻ നേടാം എന്നുള്ളതിനെക്കുറിച്ചും പരിചയപ്പെടാം. VITയുടെ പ്രധാന ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് വെല്ലൂരാണ്. അതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് ആയിട്ട് ചെന്നൈയിലും അവർക്കൊരു ക്യാമ്പസ് ഉണ്ട്. മറ്റ് ക്യാമ്പസുകൾ സ്ഥിതി ചെയ്യുന്നത് ഒന്ന് അമരാവതിയിലും മറ്റൊന്ന് ഭോപ്പാലിലുമാണ്. അവർക്ക് ഇന്ത്യയുടെ പുറത്തും ഒരു ക്യാമ്പസ് ഉണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് മൗറീഷ്യസിലുമാണ്. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളെ അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മെഷർമെൻറ്റാണ് NIRF റാങ്കിങ്. അതിൽ ഓവറോൾ റാങ്കിങ്ങിൽ 19-ാം സ്ഥാനത്തും എഞ്ചിനീയറിംഗിൽ 11-ാം സ്ഥാനത്തും യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിൽ 10-ാം സ്ഥാനത്തും നിൽക്കുന്ന കോളേജാണ് VIT. VITയിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മാർച്ച് 31-ാം തീയതി വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എക്സാം നടക്കുന്നത് ഏപ്രിൽ 21 മുതൽ 27 തീയതി വരെയാണ്. കേരളത്തിൽ 4 സെൻറ്ററുകളാണുള്ളത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ. ഈ 4 സെൻറ്ററുകളിലായിട്ടാണ് കേരളത്തിൽ എക്സാം നടക്കുന്നത്. റിസൾട്ട് ഏപ്രിൽ 30-ാം തീയതി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. കൗൺസിലിംഗ് നടപടികൾ മെയ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. VITയിലെ അഡ്മിഷന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന VIT ട്രിപ്പിൾ എക്സാം, VIT എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ടോട്ടൽ 125 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. എക്സാം എഴുതുന്നതിന് നിങ്ങൾക്ക് 2 മണിക്കൂർ 30 മിനിറ്റ് സമയവും അനുവദിക്കപ്പെടും. എക്സാമിൻ്റെ ഒരു പാറ്റേൺ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രൂപത്തിൽ എക്സാം എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിങ്ങനെയുള്ളൊരു പേപ്പറും, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫീൽഡല്ല ബയോളജിയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ഇംഗ്ലീഷ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിങ്ങനെയുള്ള പേപ്പറും ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ്റെ ഒരു വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും 35 ക്വസ്റ്റ്യൻ വീതമായിരിക്കും ഉണ്ടാവുക. അതുപോലെ ബയോളജി, മാത്സ് ഇവയിൽ നിന്ന് 40 ചോദ്യം വീതമായിരിക്കും ഉണ്ടാവുക. ഇംഗ്ലീഷിൽ നിന്നും 5 ചോദ്യവും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിന്നും 10 ചോദ്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. എക്സാമിൻ്റെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. ആദ്യ 10 റാങ്കുകാർക്ക് 100% സ്കോളർഷിപ്പും, റാങ്ക് 11 മുതൽ 50 വരെ ഉള്ളവർക്ക് 75% സ്കോളർഷിപ്പും, 51 മുതൽ 100 വരെ 50% സ്കോളർഷിപ്പും, അതിനുശേഷം 101 മുതൽ 500 വരെ റാങ്ക് ഉള്ളവർക്ക് 25% സ്കോളർഷിപ്പും ലഭിക്കും. നമ്മളൊരു കോഴ്സോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്ന കാര്യം ഭാവിയിലുള്ള നമ്മളുടെ ജോലി സാധ്യതയാണ്. ആ കാര്യത്തിൽ VIT നിങ്ങൾക്ക് നല്ലൊരു ഉറപ്പ് നൽകുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഏകദേശം 820ഓളം കമ്പനികളാണ് അവിടെ നിന്നുമുള്ള വിദ്യാർത്ഥികളെ പ്ലേസ്മെൻറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുള്ളത്. അതിൽ പ്രമുഖ കമ്പനികളായിട്ടുള്ള മൈക്രോസോഫ്റ്റ്, സൊമാറ്റോ, ഫ്ലിപ്കാർട്ട്, അഡോബ് പോലുള്ള കമ്പനികളും ഉണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും ഹയസ്റ്റ് പേ സ്കെയിലിൽ അവിടെ നിന്നും പ്ലേസ്ഡ് ആയിട്ടുള്ളത് അറൗണ്ട് 1.2 crore പെർ ആനത്തിനാണ്. ആവറേജ് പേ സ്കെയിൽ എന്ന് പറയുന്നത് 9 to 9.5 lakh പെർ ആനത്തിനാണ് VITയിൽ നിന്നുള്ള കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. VITയിൽ പ്രധാനമായിട്ടും BTech കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ CE വിഭാഗങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 71ഓളം UG പ്രോഗ്രാംസും അതുപോലെ 58ഓളം PG പ്രോഗ്രാംസും 15 ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസും VITയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കോഴ്സുകൾ നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് VIT വെല്ലൂരും അതുപോലെ ആന്ധ്രാപ്രദേശിലുള്ള അമരാവതി ക്യാമ്പസിലുമാണ്. VIT പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില കോഴ്സുകൾ നമുക്ക് പരിചയപ്പെടാം. BTech എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, ബയോ എഞ്ചിനീയറിംഗ്, അതുപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ BTech കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് ധാരാളം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഏകദേശം 27-ൽ പരം കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BTech കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ് സിസ്റ്റം, അതുപോലെ BTech കമ്പ്യൂട്ടർ സയൻസ് ഇൻ ബ്ലോക്ക് ചെയിൻ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഡാറ്റാ സയൻസ്, AI ആൻഡ് ഡാറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ്. ഇത്തരത്തിലുള്ള ധാരാളം ഓപ്ഷൻസ് നിങ്ങൾക്ക് VITയിൽ BTech കമ്പ്യൂട്ടർ സയൻസിൽ അവൈലബിൾ ആണ്. VITയിൽ BTech കമ്പ്യൂട്ടർ സയൻസിൽ കുറേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ധാരാളം കോഴ്സസ് അവൈലബിൾ ആണ്, ധാരാളം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. BTech കമ്പ്യൂട്ടർ സയൻസിൻ്റെ കൂടെ സൈബർ ഫിസിക്കൽ സിസ്റ്റം, അതുപോലെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ ഫോറൻസിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഓട്ടോമേഷൻ, ഇ-കൊമേഴ്സ് ടെക്നോളജി, അതുപോലെ ഫിസിക്കൽ ടെക്നോളജി, ഗെയിമിംഗ് ടെക്നോളജീസ്, റോബോട്ടിക്സ്, BTech കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI
ആൻഡ് സൈബർനെറ്റിക്സ് പോലുള്ള കോഴ്സസും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സൈബർനെറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കോഴ്സാണ് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ധാരാളം കോഴ്സസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. VITയെക്കുറിച്ചും VIT പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെക്കുറിച്ചും അതിലേക്ക് എങ്ങനെ അഡ്മിഷൻ നേടാമെന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്കൊരു ധാരണയായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് കൃത്യസമയത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് CM അക്കാഡമിയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്